ഇതല്ല ഇതിനപ്പുറം കടന്നവനാണ് ഈ കെ ജോർജ്. ഈശ്വര, ഇതെന്താ തടാകോ? പ്രിയ സഖി ഗംഗേ പയറു പറയൂ. ആര് കണ്ടില്ല, അപ്പില് ചവിട്ടിയ പോലെയായി. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നമ്മള് കൊടും വെയിലത്തുനിന്ന് തണുപ്പ് കൊള്ളാം വെള്ളത്തിൽ വന്നതാ, വെള്ളം അന്വേഷിച്ചു വന്നതാ. നല്ല പ്ലേസ് ആണ്, ഇഷ്ടപ്പെട്ടു. അതെ, സെറ്റപ്പ് ഓക്കെ ആണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. എവിടുന്നാ? തൂരോ? ഞങ്ങള് തൂരുന്നാണല്ലോ. നിങ്ങൾ എവിടുന്നപ്പോ? ഫാദർ നെയിം ഈസ് അബ്ദുൽ ജബ്ബാർ. അതിന്റെ അമ്മോശാക്കായിട്ട് വരും. 2 തോർത്ത് വാങ്ങിവാ. അല്ല, ഞങ്ങള് റെയിൻകോട്ട് എടുത്ത് ചാടേണ്ടി വരും. ഞാൻ ചിന്തിച്ചു അത്, പക്ഷേ എന്റെ റെയിൻകോട്ട് മറ്റേതല്ലേ, ട്രാൻസ്പെറന്റ് അല്ലേ, ഇട്ടിയാറുണ്ടാ? അല്ലേ, എല്ലാരും റെയിൻകോട്ട് ഇട്ട് ചാടാണ് പറഞ്ഞേ. സെപ്പീക്കിന്റെ അടുത്തുള്ള ട്രാൻസ്പെറന്റ് ആണ് റെയിൻകോട്ട്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. നമ്മളാ കോളം ഉണ്ടായില്ലേ, ആ കോളത്തിൽ നോക്കി അടി ഇങ്ങനെ ശരി, എന്ത് ഇവിടെ അടി കാണില്ലല്ലോ, ഇത് കാണുന്നുണ്ട് ചാടിക്കണേ. അപ്പൊ കുഴി ആഴ നല്ലോണം ഉണ്ടേ. എങ്ങനെയാണ് ചൂടുവെള്ളം അങ്ങനെ വരും. എന്തോ ഉണ്ട് കേട്ടോ അവിടെ, തെളുങ്ങുണ്ട് സ്വർണ്ണ. അത് മിഠായിന്റെ സ്റ്റിക്കറാ. അത് ഗോൾഡല്ല മണ്ട, മിഠായിന്റെ സ്റ്റിക്കറാണ്. മണ്ടാന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അവിടെ എത്ര ആൾക്കാർ അവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കണേ, മുട്ടിനകത്ത് ഏറ്റവും വെള്ളമുള്ളേ. ഞാൻ കാര്യം പറയട്ടെ, ഡ്രസ്സ് നനഞ്ഞാലും പാടില്ല, ചാടിയാലോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അല്ലടോ, ഇല്ല, എത്ര രസമുണ്ട് വെള്ളം. ഇവിടെ നമ്മൾ ഡ്രസ് ഇട്ട് ചാടിയാലും അത് ഉണങ്ങുമോ? സ്ഥലത്തെത്തുമ്പോ ഗുഡ് ഐഡിയ. ആരുണ്ട്? എല്ലാരും ഉണ്ടെങ്കിൽ ഉണ്ടോ? ജീൻസിന്റെ പാന്റ് എപ്പോ ഉണങ്ങും? ഇക്ക പെർമിഷൻ കൊടുക്കേ. ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നില്ലെങ്കിലേ അവളെ നിന്നെയും കൊണ്ടേ പോകൂ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. മന്തി ആരോ ഇങ്ങനെ ചാടിയാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. ഫോണ് കച്ചി പിടിച്ച് നിക്കണേ. ഓനെ കടലിലേ നീന്തുള്ളൂ, അതിനൊക്കെ പാത്തു. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ഞാനും വന്നിട്ടുണ്ട്. എന്നാ ഞാൻ വന്നില്ല. ഞാനുമില്ല. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണോ? അന്ന് പോയെല്ലാരും പോകാം. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. കൊള്ളാം. എന്താ പേര്? ഇത് ആരാ പാന്റ് മാത്രം വരാ കുടിച്ചാൽ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഞാനെന്തിനാ പറഞ്ഞേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു.
അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. അമ്മാവാ പാണ്ട് ഞാൻ പറ്റിക്കൂല. ആവേശകരമായ ഒന്നാം യുദ്ധത്തിന് ശേഷം നിൻസ ആയ നോക്കാണ് എങ്ങനെ നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. സാലേ സാലേ നീ വേഗം കാണിക്കേ. കാലിനെ പിടിച്ചാണ് വട്ടത്തില് വട്ടത്തില് നോക്കി എല്ലാരും വട്ടത്തിൽ നോക്കി കാല് ചാടിച്ചാണ് ഡിസിഷൻ എന്താണ്? അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. റെഡി 1 2 ഇന്ദ്രരത്തം ഇന്ദ്രരത്തം. അടി. ഇവിടെ കല്ലുണ്ടടി, ഇവിടെ കല്ലുണ്ട്, അങ്ങോട്ട് അടിക്കോ. റെഡി 1 2 റെഡി 1 2 ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അത് അവള് പിടിക്കാൻ നിൽക്കും ഇവിടെ വന്നിട്ട് അതിന് കുറച്ചും കിട്ടുക. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? എടാ അപ്പൊ എനിക്ക് നീന്തൽ അറിയില്ല. ആ മതി. ഇത് നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. പഠിച്ച അമ്മയായിരിക്കും ബോംബെന്നാണ്. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണം. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒന്നല്ല ചുമ്മാ പറ. സിംഗം സിംഗം അതാ എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. നോക്കാം. മീൻ കറച്ചാ ചോദിച്ചേ. വാ ഒരു മീൻ കിട്ടിയെന്നാണ് മൂപ്പർക്ക്. ആരോ വന്നിക്കണ ഇങ്ങോട്ട്. വസോട്ടാ വല്ല തുന്നുമ്പോ മീൻ ചടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കാം. സ്കൂട്ടിമേ പോകണ കുപ്പായ കൂടെ എടാ ഇതേ സ്ഥലം ഏതാ? ചാടൂരിന്റെ ഫ്രിഡ്ജ് സ്ഥലം ചാടി. ഓക്കെ ഓക്കെ. പുഴക്ക് പേരുണ്ടോ? ഭവാനി പുഴ. എടാ ഭവാനി ഭവാനി എന്ന നമ്മൾ ഭവാനിയിൽ ലയിച്ചു. പോകാറായില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്.